നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങളിലൂടെ പടരുന്നു. CPI സിന്ദാബാദ്, ബ്രാഞ്ച് സമ്മേളന സിന്ദാബാദ്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. CPI ഏരൂർ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. സെപ്റ്റംബർ 21 മുതൽ 25 വരെ പഞ്ചാബിലെ ചണ്ഡീഗറിൽ നടക്കുന്ന 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായി ഏരൂർ ലോക്കൽ കമ്മിറ്റിയിലെ ആദ്യത്തെ ബ്രാഞ്ച് സമ്മേളനങ്ങളായ 2 ഏക്കർ മുക്ക് ബ്രാഞ്ച് സമ്മേളനവും വനിതാ ബ്രാഞ്ച് സമ്മേളനവും നടന്നു. KC രാജീവിന്റെ അധ്യക്ഷതയിൽ CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ സമ്മേളനം ആരംഭിക്കുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മുടെ രാജ്യം 76ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന സന്ദർഭത്തിലാണ് പാർട്ടി ബ്രാഞ്ച് സമ്മേളനം ചേരുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തിൽ ചരിത്രപരമായ കടമ നിർവഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പല സന്ദർഭങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനം, നമ്മൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നിന്ന്, നിർണായക ഘട്ടത്തിൽ നിന്ന് പിൻവാങ്ങിയവരാണ് എന്ന അധിക്ഷേപമാണ് പലപ്പോഴും വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം. അത് ചരിത്രപരമായ വസ്തുതകളുമായി യോജിക്കുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിൽ നൂറ്റാണ്ടുകളോളം നടത്തിയ നിരന്തരമായ സമരത്തിൻ്റെ ഒടുവിലാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ 1929 മുമ്പ് കോൺഗ്രസ് ഒരു കാലത്തും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തെ നേതൃത്വം കൊടുക്കാൻ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് അതിനു മുമ്പ് വരെ പറഞ്ഞിരുന്നത് നമ്മുടെ രാജ്യത്തിന് ഡൊമിനിയൻ പദവി മതി, പുത്രിക രാജ്യ പദവി മതി എന്നാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമായി ബ്രിട്ടീഷ് ഭരണ നേതൃത്വത്തിൻ്റെ മുമ്പാകെ വച്ചത്. ഡൊമിനിയൻ പദവി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയംഭരണ അവകാശം ഉണ്ടാകും, പക്ഷേ പരമാധികാരം ഉണ്ടാവുകയില്ല. 1900 ആണ്ടിലാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ബ്രിട്ടീഷുകാർ പുത്രിക രാജ്യ പദവി അല്ലെങ്കിൽ ഡൊമിനിയൻ പദവി കൊടുത്തത്. അതിനു മുമ്പ് കാനഡയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ആ പദവി കൊടുത്തു. അതിൻ്റെ അർത്ഥം ആ രാജ്യങ്ങൾക്ക് സ്വയംഭരണാവകാശമുണ്ട്, പക്ഷേ പരമാധികാരമില്ല. അന്തിമമായ തീരുമാനം, പരമാധികാരം, അത് ബ്രിട്ടീഷ് രാജ്ഞിയാണ് നിശ്ചയിക്കുന്നത്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ് നിശ്ചയിക്കുന്നത്. അത്തരത്തിൽ ആ സ്വഭാവത്തിലുള്ള ഒരു ഭരണകൂടമായി ഇന്ത്യയിലും ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു തീരുമാനമെടുക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. എന്നാൽ 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാൺപൂരിൽ വെച്ച് രൂപീകൃതമായപ്പോൾ ആ രൂപീകരണ സമ്മേളനത്തിൽ വെച്ച് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ച പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് നമ്മുടെ രാജ്യത്തിന് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതിൽ കുറഞ്ഞ് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഈ ദേശീയ പ്രസ്ഥാനം തയ്യാറാകാൻ പാടില്ല. ഈ ആവശ്യമാണ് ആ പ്രമേയത്തിലൂടെ 1925 കാൺപൂർ പ്രമേയത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചത്. അതിനെ തുടർന്നാണ് കാൺപൂർ ഗൂഢാലോചന കുറ്റം ചുമത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തയ്യാറായത്. 1929 ലാഹോറിൽ ചേർന്ന കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഹസ്രത്ത് മൊഹാനിയാണ് സമ്പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ലാഹോർ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഒരുപാട് വാദപ്രതിവാദങ്ങൾക്കെല്ലാം ശേഷമാണ് സമവായത്തിലൂടെ ആ പ്രമേയം അംഗീകരിക്കാൻ കോൺഗ്രസ് സമ്മേളനം തയ്യാറായത്. 1925 മുതൽ 1929 വരെ ഒരു ഘട്ടത്തിലും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടിട്ടേയില്ല. പൂർണ്ണ സ്വാതന്ത്ര്യം ആദ്യമായി രാജ്യത്ത് ആവശ്യപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ്. മുതിർന്ന അംഗമായ വിജയൻ പതാക ഉയർത്തി. സഫീല രക്തസാക്ഷി പ്രമേയവും വി ബിനു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി S സന്തോഷ് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ M ഷിബു, S സുദേവൻ, AIYF മണ്ഡലം സെക്രട്ടറി MB നസീർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ മനോജ്, ചിന്നു വിനോദ്, RS രജനീഷ്, ശ്രീകല എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന
സംഘടനാ സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി അശോകൻ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും KC രാജീവിനെ 2 ഏക്കർ മുക്ക് ബ്രാഞ്ച് സെക്രട്ടറിയായി യോഗം തെരഞ്ഞെടുക്കുകയും ചെയ്തു. വനിതാ ബ്രാഞ്ച് സെക്രട്ടറിയായി സബീല ബീഗം തുടരും. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ.